മോള് ആഡ് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആസ് എ ന്യൂ കമ്മർ സാറിന് മോന്റെ കയ്യിലുണ്ടായിരുന്ന കോൺഫിഡൻസ് എന്തായിരുന്നു? കോൺഫിഡൻസ് എനിക്ക് ചെയ്യിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിന് ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. കാരണം ഈസ് ഫ്രഷ് അല്ലേ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് മോൾഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം വെച്ചാൽ ഒന്നും അറിയില്ല, ഇറ്റ്സ് റോ ആയിട്ട് നമുക്ക് വരുന്ന ആൾക്കാരെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ വലിയ ആക്ടറാണെന്ന് സ്വയം വിചാരിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ് അവരെ മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഓഡീഷനിൽ നോക്കുന്ന അത് തന്നെയാണ്. അവർ അഭിനയിച്ച് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമായിട്ട് തോന്നും. ഞാൻ പുതിയ ആൾക്കാരെ കാസ്റ്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഞാൻ നമ്മൾ എന്ന് പറഞ്ഞ പടം കണ്ടിട്ടുണ്ടല്ലോ, അതിന് കണ്ടിട്ടുണ്ടാവും. അതിൽ ഭരതൻ്റെ മോനെ അഭിനയിച്ചു, ഭരതേട്ടൻ്റെ മോനെ അഭിനയിച്ചു, ലളിത ചേച്ചിനെ, പിന്നെ രാഘവേട്ടൻ്റെ മോൻ ജിഷ്ണു അഭിനയിച്ചു. ഇവർ രണ്ടുപേരും അതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ല. അവർക്ക് ഒരു അഭിനയിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ കാസ്റ്റ് ചെയ്തത്. കാരണം അങ്ങനെ തന്നെ ആൾക്കാർ വേണമെന്നുള്ളത്. പിന്നെ ഭാവന അത് വെറുതെ വന്ന് വർത്താനം പറഞ്ഞാണ്. അപ്പം ആനി സംസാരിക്കുന്നത് അതിൽ കളക്കളക്കളക്കളന്ന് വർത്താനം പറയും. പക്ഷെ സർ നല്ലതാ. ഒരു കാര്യം എന്താണെന്നറിയോ, ഞാൻ ഒക്കെ ഒരു ഇച്ചിരി നേരം വർത്താനം പറയാതിരുന്ന എന്നാ ഒരു മൂകത ഇറക്കുമെന്ന് അറിയാവോ. മറ്റേ നമ്മൾ ഇച്ചിരി ബഹളം കാണും അല്ലെ. ഇപ്പൊ സാറും ഉണ്ടായിരിക്കുന്നു, ഞാൻ ഉണ്ടായിരിക്കുന്നു, മൂം ഉണ്ടായിരിക്കുന്നു, എല്ലാരും ഉണ്ടായിരിക്കുമ്പോഴത്തേന് ഇറ്റ്സ് നോട്ട് ഗുഡ്. അപ്പം സർ ഇപ്പൊ 48 പടം ദൈവാനുഗ്രഹിച്ച് ചെയ്തു, ഇനിയും 48 പടം ചെയ്യട്ടെ. പക്ഷെ എന്നാലും സാറിന് ഉള്ളില് ഒരു ഡ്രീം കം പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടാവില്ലേ? ഓഫ് കോഴ്സ്. നമ്മൾ ആലോചിക്കുന്നത്, ഞാൻ ഇന്നുവരെ ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഏറ്റവും നല്ലൊരു സിനിമ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ചെയ്യുന്നതായിരിക്കണം എൻ്റെ ഏറ്റവും മികച്ച സിനിമ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, ഞാൻ എൻ്റെ വിചാരമാണ്. ഓക്കെ ഓക്കെ. That is his 20 years project. back I went there in ലക്ഷദ്വീപ്. ഞാൻ അപ്പം അന്ന് പോയിരുന്നു, 1 വർഷത്തിന് മുമ്പ് പോയപ്പോൾ ഞാൻ അവിടെ കുറേ കറങ്ങി കഴിഞ്ഞപ്പോൾ ഞാനൊരു കഥ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഈ ലക്ഷദ്വീപ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സിനിമ ചെയ്യണം. പക്ഷെ അന്നൊരു കഥ കിട്ടിയില്ല എനിക്ക്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഋതി പറഞ്ഞ കറക്റ്റാണ്. ഇറ്റ്സ് ഡ്രീം കം ട്രൂ ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. പറ്റുന്നില്ല, സഹിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ പ്രേക്ഷകരുടെ ഇടയിൽ അന്വേഷിക്കുവാന്നല്ല, ഇപ്പൊ തന്നെ പ്രേക്ഷകർ പറയാറുണ്ട് ഞങ്ങൾക്ക് പഴയ ലാൽ സർ പോലീസ് വേഷത്തിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ, അതേപോലെ ഒരു ക്യാരക്ടർ സാറിന് ലാലേട്ടന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ റിക്വസ്റ്റ് വരാറുണ്ട്. അപ്പൊ അതാ ഞാൻ ഇപ്പോഴും ടേസ്റ്റ് ഉള്ള കുട്ടികളുണ്ട്. ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്കും ലാൽ സാറിനെ ഭയങ്കര ഇഷ്ടമില്ലാത്ത കുട്ടികളില്ല. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, ശരിയായിരിക്കും, നമ്മൾ പറയുന്നത് ശരിയായിരിക്കും. പക്ഷെ ഞാൻ ഈ പറയുന്ന മാതിരിയുള്ള ഓഡിയൻസ് കൂടുതൽ മറ്റേതായതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഒരു പഴയ സിനിമയാണെന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോൾ പഴയ ടൈപ്പ് കഥകൾ എടുത്തപ്പോൾ നമ്മൾ വീണ്ടും മഴയത്തുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ ക്യാമ്പസ് ഉണ്ട്. അതിലെ ക്യാമ്പസും അതിലെ തെറിച്ച പെൺകുട്ടികളൊക്കെ തന്നെ അതിനേക്കാളും തെറിച്ച പെൺകുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാലോ, അന്ന് ഭയങ്കര എക്സാജറേറ്റഡ് തെറിച്ച പെണ്ണുങ്ങളായിരുന്നു നിങ്ങളുടെ ക്യാരക്ടേഴ്സൊക്കെ. പക്ഷെ ഇന്ന് അതിനേക്കാളും ഇതായിട്ടുള്ള കുട്ടികളാണെങ്കിലും അവർക്ക് സ്വാഭാവികമായിട്ടാണ് തോന്നുക എല്ലാവർക്കും. അല്ല, എല്ലാ കുട്ടികളും ഏകദേശം അതേപോലെയാണ്. അപ്പോൾ അതിനകത്തൊരു ശ്രുതിക്ക് സ്പെഷ്യാലിറ്റി ഇല്ല. മനസ്സിലായില്ലേ? അതിനാണ് ശ്രുതി. അപ്പോൾ ശ്രുതി എന്തും കാണിക്കും. വേറെ ആളുടെ പ്രേമം വേണമെങ്കിൽ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രുതി അതിലാണല്ലോ ചെയ്യുന്നത്. അധ്യാപകന്റെ പ്രേമം തകർക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണല്ലോ. ആ ശ്രുതി അന്ന് റയറായിരുന്നു. അതുകൊണ്ടാണ് അതിന് ആ ക്യാരക്ടർ പുതുമയുള്ളത്. ഇന്ന് ആ ക്യാരക്ടർ പുതുമയില്ല. അങ്ങനെ അതിനേക്കാളും കുഴപ്പങ്ങൾ ചെയ്യുന്ന പെൺകുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട് എന്ന് പറയുന്ന മാതിരി കോമൺ ഇത് മാറിയിട്ടുണ്ട് ലൈഫിന്റെ. ശരിക്കും സോഷ്യൽ മീഡിയ ഒരുപാട് നമ്മുടെ ഫിലിമുമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അതിനെ മോശമാക്കുന്നുണ്ടോ, അതിനെ ഏറ്റവും കൂടുതൽ നന്നാക്കുകയാണോ ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ ഗുണം ചെയ്യുന്നുണ്ട്, ദോഷം ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഗുണം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി റീച്ച്. ഇപ്പം നമുക്കറിയാം എന്ത് കാര്യം ആൾക്കാരുടെ ഇടയിലേക്ക് പെട്ടെന്ന് എത്തുന്നു, അത് ഡിസ്കഷൻ ആവുന്നു. നല്ല കാര്യങ്ങളും അതുകൊണ്ട് ഒരുപാട് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ, പ്രളയ സമയത്ത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ മരിക്കുമായിരുന്നു നമ്മുടെ പ്രളയത്തിന്. അപ്പോൾ സോഷ്യൽ മീഡിയയും യങ്സ്റ്റേഴ്സും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും തന്നെയാണ് പ്രളയത്തിൽ അത്രമാത്രം നമ്മുടെ ആൾക്കാർ മരിക്കാതിരുന്നതും ദുരന്തം അത്രയും കുറയാനും കാരണം. അപ്പോൾ നല്ല ഒരുപാട് കാരണങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ എല്ലാ നല്ല കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അപ്പുറത്ത് ഇതുപോലെയുള്ള നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുക, ഒരാളെ മോശമാക്കുക എന്നൊക്കെ ഉള്ള കാര്യത്തിൽ ട്രോള് നല്ല രീതിയിൽ ചെയ്താൽ വളരെ നല്ലതാണ്. ട്രോള് പക്ഷേ ഇപ്പോൾ പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാർ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങളെയൊക്കെ ട്രോൾ ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം അത്രയും പബ്ലിസിറ്റി കിട്ടും. അപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റിയും പോസിറ്റീവായി മാറുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ 50-50 ആണ്. അപ്പോൾ അത് സ്വാധീനിക്കുന്നുണ്ട് സിനിമയെ. ഇപ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഒപ്പീനിയനാണ് ആ സിനിമയുടെ ഭാവി തീരുമാനിക്കുന്നതെന്ന് പറയുന്നത് ഇല്ലേ. അതിൽ നല്ലത് വന്നു കഴിഞ്ഞാൽ റേറ്റിംഗ് കൂടും, അതിനനുസരിച്ച് കളക്ഷൻ 50-50 ആണ്. ശരിക്കും സാറാണ് ഏറ്റവും കൂടുതൽ മലയാളം ഫിലിമിൽ ഒരു റെഫറൻസ് തന്നത്, നമ്മുടെ സെലലോയിഡ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി. അതേപോലത്തെ ഒരു മൂവി ഇനി സാർ ഉണ്ടോ മനസ്സിൽ?
തീർച്ചയായിട്ടും അങ്ങനത്തെ 1-2 സിനിമകൾ അന്ന് ഞാൻ പറഞ്ഞത് അത് ഡിസ്ക്ലോസ് ചെയ്യാൻ മാത്രമേ ആയിട്ടില്ല, പ്രോജക്റ്റ് ആയിട്ടില്ല. അപ്പൊ കുറച്ചുകൂടെ ഞാൻ വർത്താനം പറഞ്ഞ സാധനം വരും വേണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. മോനെ ശരിക്കും ഫസ്റ്റ് മൂവി ആയി, ഇപ്പം റിലീസ് ആവാൻ പോകുന്നു. ശരിക്കും ഇപ്പം ആക്ടറായി, ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ എനിക്ക് ഇന്ന പോലെ ആവണം എന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സിഗ്നേച്ചറാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നോ എന്തുവാണ് വാട്ട്സ് യുവർ എയിം? എനിക്ക് ആരെ പോലെ ആവണം എന്നതിനേക്കാളും നമ്മളുടെ സ്വയമായിട്ടുള്ളൊരു ഇമേജ്, അതാണല്ലോ എപ്പോഴും സ്വന്തമായിട്ടുള്ളൊരു ഐഡന്റിറ്റിയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നമ്മൾ എന്നാലും ആരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ? മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് എനിക്ക് ഫഹദ് ഫാസിൽ ഭയങ്കര ഇഷ്ടമാണ്. വെരി ഗുഡ് ആക്ടർ. ആക്ടിങ് എന്നുള്ള തലത്തിൽ നോക്കിയാലും എന്ത് തലത്തിൽ നോക്കിയാലും എനിക്ക് ഫഹദ് ഫാസിൽ എന്ന് പറയുന്നത് ഭയങ്കര. പിന്നെ ഓഫ് കോഴ്സ് ലാലേട്ടൻ, മമ്മൂക്ക. And what about you? Are you going to stay back in Malayalam movies? Yes. You want to start? As long as I get good films, I want to stay here. അത് സാറിനെ നോക്കിയാ പറഞ്ഞു. ഞാനും അതിനെ പറഞ്ഞു, എനിക്ക് സാറിന്റെ കൂടെ ഒരു 2-3 പടങ്ങൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഒരു പടത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത് തന്നെ ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ എക്സ്പീരിയൻസിന്റെ ആ ഒരു സംഭവം ഒരു 2-3 പടങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റായി. ഇത് ചാനലിലൊന്നും പറയാൻ പറ്റില്ല. കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ you can do any movies, no problem. I mean, to be honest, like I would want to work in Bollywood as well because that's a language that I'm more comfortable with. Yeah, you're more comfortable. And I feel like as an actor, I'd be able to be better at it. Although I try my level best here, so that is also what I want to do. And my main aim is Hollywood. So Malayalam, Bollywood, and Hollywood. Okay. Aim is always good. Aim is Hollywood always. ഓക്കെ. സാറിന് ശരിക്കും അവിടെ സാറ് മാത്രമല്ല ഇപ്പം ഡയറക്ടറായിട്ടുള്ളത്, അവിടെ വേറൊരു ഡയറക്ടറും കൂടെ ഉണ്ട്. സാറിൻ്റെ മോന് ജനൂസ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറും കൂടെ ഉണ്ട്. അപ്പനും മോനും തമ്മിലുള്ള എന്താ പറയുക, ഡയറക്ഷനാണ് രണ്ടുപേരുടെയും മേഖല എന്ന് പറയുന്നത്. സാറിനോട് വന്ന മോന് അഡ്വൈസസ് ചോദിക്കാറുണ്ടോ, അതല്ലെങ്കിൽ സാർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാറുണ്ടോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ? അല്ല, ഞാൻ എൻ്റെ സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. അവൻ ഇപ്പോഴല്ല, അത് സ്കൂൾ അവൻ്റെ സ്കൂൾക്കാരൻ മുതലുണ്ട്. ഈ സിനിമ കൊള്ളില്ല എന്നൊക്കെ പറയാറുണ്ട്, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാറുണ്ട്. പിന്നീട് അവൻ സിനിമയാണ് അവൻ്റെ ഒരു പാഷൻ, അവൻ്റെ ഫീൽഡിൽ നിന്ന് അവൻ തീരുമാനിച്ചതിന് ശേഷം ഞാൻ ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല, ഞാൻ കൂടുതൽ ഇൻ്റർഫിയർ ചെയ്യാറില്ല. അവൻ്റെ തോട്ട് പ്രോസസ്സൊക്കെ വേറെയാണ്. കാരണം നമുക്ക് പലപ്പോഴും കഥ, അവൻ പറഞ്ഞ കഥ മനസ്സിലാവുന്നില്ല. കാരണം അത്രയും ലെവലിൽ നിന്നിട്ടാണ് അവൻ സംസാരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ കഥ അവനെ ഡിസ്കസ് ചെയ്യും. ഓഫ് കോഴ്സ് അവനൊരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ അവൻ പറയേണ്ട കാര്യങ്ങളൊക്കെ അവൻ അതിൻ്റെ മിസ്റ്റേക്സൊക്കെ പറയും. അങ്ങനെയുള്ള ഡിസ്കഷൻസൊക്കെ നടക്കാറുണ്ട്. അതല്ലാതെ അവൻ്റെ പ്രോജക്റ്റിൽ ഇപ്പോൾ ഓഫ് കോഴ്സ് അവൻ്റെ കഥ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് സ്ക്രിപ്റ്റ് എനിക്ക് വായിക്കാൻ തന്നു. അത് ഇംഗ്ലീഷിലാണ് അവൻ എഴുതിയത് സ്ക്രിപ്റ്റ്. അവന് മലയാളം എഴുതാനും വായിക്കാൻ അറിയാം, എന്നാലും കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞു മലയാളത്തിൽ ഒന്ന് ശരിയാക്കിയിട്ട് പിന്നെ നമുക്ക് ആരെക്കൊണ്ടെങ്കിലും ഡയലോഗ് എഴുതിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേറെ ആരെക്കൊണ്ട് എഴുതിക്കേണ്ട, അത് എഴുതി ശരിയാവില്ല, ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ഞാനും എൻ്റെ ഭാര്യ ഉണ്ടല്ലോ, ഭാര്യ പ്രൊഫസറാണല്ലോ, ഇംഗ്ലീഷ് പ്രൊഫസറാണ്. അപ്പോൾ അവന് മലയാളം അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നിട്ടത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നെ അവർ പൃഥ്വിരാജും ജനൂസും കൂടി ഇരുന്നിട്ടാണ് അത് ശരിയാക്കിയത്. അതല്ലാതെ വേറൊരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ ലാസ്റ്റ് പടം കാണിക്കാനാണ് അവൻ എന്നെ കൊണ്ടുപോയത്. പടം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നന്നായിട്ടുണ്ട്. ചില സജഷൻസ് ചെയ്യാൻ പറഞ്ഞത് അവൻ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഏറ്റവും തമാശ അവൻ ഫസ്റ്റ് ഫിലിം ചെയ്യുമ്പോൾ 100 Days of Love ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ദുൽഖറിൻ്റെ അടുത്ത് അവൻ പോയി കഥയൊക്കെ പറഞ്ഞു. ദുൽഖർ അവനോട് പടം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ മമ്മൂക്കാനെ ഒരു ദിവസം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അവൻ എൻ്റെ മോൻ പടം ചെയ്യാൻ പോകണം. ഞാൻ അറിഞ്ഞു ദുൽഖറിനോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവം തന്നോടൊരു കാര്യം ഞാൻ പറയാം, ആവശ്യമില്ലാതെ അവരുടെ കാര്യത്തിൽ ഇടപെടരുത്, താൻ തൻ്റെ മകൻ്റെ കാര്യത്തിൽ ഒരു കാര്യത്തിൽ ഇടപെടരുത്. മമ്മൂക്കയുടെ അഡ്വൈസ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. കാരണം അവരവരുടെ വഴിക്ക് വിട്ടേക്കെന്ന് പറഞ്ഞു. പോകേണ്ട കാര്യമില്ല. അത് തന്നെയാണ് ഇപ്പം നമുക്ക് ദുൽഖറിൻ്റെ കാര്യത്തിൽ ചെയ്യുന്നത്. അവരവരുടെ വഴിക്ക് വിടുക. കാരണം വെച്ചാൽ പുതിയ ജനറേഷൻ നമ്മളെക്കാളും കൂടുതൽ സിനിമ കാണുക, അറിവ് അവർക്കുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധം അവർക്കുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ പോയി നിൽക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞങ്ങൾ വളരെ ഫ്രണ്ട്ലിയാണ്, വീട്ടിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും. അവനാണ് പിന്നെ സിനിമ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം അവൻ ഒരുപാട് സിനിമകൾ കാണുന്ന ഒരാളാണ്. അപ്പം അവൻ ഏതെങ്കിലും ഒരു ഫിലിം പറഞ്ഞിട്ടുണ്ടോ, അച്ഛൻ ഇങ്ങനത്തെ ഒരു മൂവി ചെയ്തൂടെ, അങ്ങനെ എന്തെങ്കിലും പല പടങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടുത്തെ പടങ്ങളല്ല, കൂടുതലും പുറത്തൊക്കെ ഉള്ള പടങ്ങൾ പലതും കണ്ടിട്ട് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സർ, ശരിക്കും സാറിന് ഈ 48 മൂവീസിൽ സാറിന് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റർ ആരാണ്? സാറിൻ്റെ മനസ്സിനകത്തുള്ള ഔട്ട്പുട്ട് തരുന്ന ഒരു കംഫർട്ട് കുഴയുന്ന ചോദ്യമാണത്. കാരണം ഇപ്പോൾ ഏറ്റവും നല്ല ഹീറോയിൻ ആരാണ് അല്ലെങ്കിൽ ഹീറോ ആരാണെന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ്. കാരണം നമുക്ക് ഓരോ സിനിമക്കും പറ്റുന്ന രീതിയിലാണല്ലോ സ്ക്രിപ്റ്റ് റൈറ്റർ വരുന്നത്. ഓഫ് കോഴ്സ് നമുക്കിപ്പോൾ ഞാൻ ആദ്യകാലത്ത് ജോൺ പോളിൻ്റെ കൂടെ പടം ചെയ്തു. ജോൺ പോൾ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പോൾ ഈ പടത്തിലും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. ഞാൻ വളരെ കംഫർട്ടബിളാണ്. പിന്നെ രഞ്ജിത്ത് ഉണ്ടായിരുന്നു, റസാഖ് ഉണ്ടായിരുന്നു, ശ്രീനിവാസൻ, നമ്മളൊരുമിച്ച് മഴയത്തുമ്പോൾ ശ്രീനിവാസനല്ലേ, ശ്രീനിവാസന് വളരെ കംഫർട്ടബിളായിരുന്നു.
പിന്നെ ഞാൻ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ സ്വയം എഴുതുമ്പോഴാണ് കൂടുതൽ കംഫർട്ടബിൾ ആകുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ അങ്ങനെ എസ്കേപ്പിസം അല്ല അത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും നമ്മൾ തന്നെ സ്വയം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. മറ്റേത് അങ്ങനെയല്ല. ഒരാൾ എഴുതി തരുന്ന സാധനം ചിലപ്പോൾ നമ്മൾ മോശമായിട്ട് സിനിമയായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് ആ സിനിമ സ്ക്രിപ്റ്റ് മോശമാക്കി എന്നുള്ളൊരു ഇത് വേണ്ട. ഓഫ് കോഴ്സ് ചിലപ്പോൾ നമുക്ക് അയാൾ എഴുതി തരുന്നതെന്ന് മാറിയിട്ടൊരു സാധനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ സിനിമയ്ക്ക്. നമ്മൾ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ഒരു ഹർട്ടാവും. അപ്പോൾ അതും വേണ്ട, രണ്ടും വേണ്ട, അത് വേണ്ട. അപ്പോൾ കഴിയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കഴിയുന്നത് സ്വന്തം സ്ക്രിപ്റ്റ് തന്നെ ചെയ്യാനാണ്. This is your first attempt in Malayalam, right? You're doing the first movie. Yes. So far you have done so much more models and ads. No, I've done 2 movies in Telugu. And I've done 3 ads. 2 are for Hindi. One is Dairy Milk in So your Malabar aim Gold. is to do in Hindi. Aim is to do in English, English, but Hindi also, because I mean that's another, as I said, languages that I'm more comfortable in. I would do more because I feel So like if I you can get give an more. offer from Kamal sir, at the same time if you get an offer from English, which one will you choose? I think Kamal sir will push me to choose the English offer. That is true. I'm good at it. That's why we're here today. സാറിനൊന്നും പറയാനും പറ്റത്തില്ല. അത് അപ്പൊ പൊക്കോളാൻ അവളുടെ ഇഷ്ടം അതാ. സോ അങ്ങ് പൊക്കോ. I'm happy and choose another person. So good. അത്രയും നല്ലൊരു മറുപടി പറഞ്ഞപ്പോ ഞാൻ ഇനി ഭക്ഷണം കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. You love? Which is your favorite? My favorite food at home is roti and bhindi. No, roti and bhindi. Bhindi is lady finger. I know. Are you pure vegetarian? No. No. I love non-veg. And outside, I love appam and mutton stew. Oh. I was basically I love appam. I love Kerala parota, like the one with has so layers fluffy and all. like, Yes, okay. and then I love chicken, of course. And എല്ലാം ഇഷ്ടാ. Allah Shah. ഇതിപ്പോ പറഞ്ഞപ്പോ എല്ലാം ഉണ്ട്. ഇതിനകത്തൊന്നും And ഇല്ലാത്തൊന്നുമില്ല. I love even Kerala vegetarian sambar and all of it. ഇത് രസമാണ് ഭക്ഷണത്തിന്. ഞാൻ ക്യാമറയാണെന്നൊക്കെ മറന്നുപോയി. ക്യാമറ താങ്ക് യു അല്ലേ? അതല്ല, താങ്ക് യു. നല്ല രസമുള്ള ഫുഡ്. അല്ല, ആരുടെ കാര്യത്തിൽ അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. എനിക്കറിയില്ല. എപ്പോഴും ചെയ്യുമ്പോൾ ഒരുപോലെ ഒന്നും ആവത്തില്ല. ഇതെല്ലാം ദൈവം തമ്പുരാന്റെ അനുഗ്രഹം. പിന്നെ എനിക്ക് ഫുഡ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഇതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു ഭക്ഷണം നന്നാവും. നമ്മൾ ആ ഭക്ഷണത്തെ സ്നേഹിച്ചിട്ടുണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടും. എനിക്കിഷ്ടമാണ്. അതിനോടൊരു ബേർഡനായിട്ട് ഞാൻ കാണാറില്ല. അതിനെ ഭയങ്കര സ്നേഹിച്ചാണ് ഞാൻ എപ്പോഴും. ഒരു ചമ്മന്തി ഉണ്ടാക്കിയാൽ പോലും അതിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കും. അതിൻ്റെ ഔട്ട്പുട്ട് നല്ലതായിരിക്കണം. ചുമ്മാ കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നാൽ പിന്നെ ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പാത്രം കഴുകുന്നത്. ബാക്കിയെല്ലാം മാം ഹാപ്പി. അരിയാം, എല്ലാം ഉണ്ടാക്കാം. അത് മാത്രം പറ്റിയല്ല. ഇനി അതും യൂസ്ഡ് ആവണം. പക്ഷേ എനിവേ എന്താ പറയുക, ഓൾ ദി ബെസ്റ്റ് മോനെ. ഒരു വലിയൊരു സ്റ്റാർ ആവട്ടെ. ആൻഡ് എന്താ പറയുക, എയിം അല്ലേ, ഡ്രീം കം ട്രൂ ആവട്ടെ. എവിടെ ഇംഗ്ലീഷിൽ. അപ്പോൾ സർ തീർച്ചയായിട്ടും പറഞ്ഞു വിടണം. മോളെ നീ ഇവിടെ നിൽക്കരുത്, അങ്ങ് പോയിക്കോ. സാർ വേറെ ആളെ വിടുന്നേന് അല്ലേ? എനിവേ ഓൾ ദി ബെസ്റ്റ് മോളെ. ഇപ്പോഴേ സാർ 10 മനുഷ്യരുടെ മുന്നേ വെച്ച് പറഞ്ഞു കഴിഞ്ഞു, പോകുന്നൊക്കെ കൊള്ളാം, യു ഹാവ് ടു പേ ഫോർ. അതായത് അപ്പൊ ചെയ്തിരിക്കണം. യു ഹാവ് ടു ഡു ഇറ്റ്. It's a commitment towards. കുറച്ച് സീരിയസ് ആയി. I'll do that. മോനെ, ഒരു നല്ല ഫ്യൂച്ചർ സാറിൻ്റെ ഗൈഡൻസിൽ. ഇനിയും സാറിനോട് ഒരുപാട് മൂവീസ് വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഒരു നല്ലൊരു ആക്ടറായിട്ട് മാറട്ടെ. അതുപോലെ സാറിനും ഓൾ ദി ബെസ്റ്റ്. ഒരു നല്ല സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ട് മാറട്ടെ. ഞങ്ങളുടെ പ്രേക്ഷകർ എല്ലാവരും പോയി കാണും. എന്താ പറയുക, ഇതെല്ലാം ഞങ്ങളുടെ ഒരു ഫാമിലി, കുടുംബ സദസ്സാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ഈ ഷോ കാണുന്നത്. അവരെല്ലാവരും ഫാമിലിയോടുകൂടി സാറിൻ്റെ മൂവി കണ്ട് ഏറ്റവും ഹിറ്റ് ആകട്ടെ. അതേപോലെ സാറിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചെറിയ കഥകളൊക്കെ ഇല്ലേ, അത് എത്രയും വേഗം സാറിൻ്റെ മൂവീസും എല്ലാം വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. എനിവേ താങ്ക് യു വെരി മച്ച്. നമ്മുടെ പ്രേക്ഷകർ വിശേഷം കേട്ടു. കമൽ സാറിൻ്റെ ഒരു പുതിയ മൂവി ഇറങ്ങാൻ പോവാണ്. കമൽ സാറിൻ്റെ ഏത് മൂവി ഇറങ്ങിയാലും നമ്മൾ മലയാളി പ്രേക്ഷകർക്ക് എപ്പോഴും ഒരു ആകാംക്ഷയുള്ളതാണ്. അതേപോലത്തെ ഒരു ആകാംക്ഷ ഇന്നും നമുക്ക് ഈ വിശേഷം അറിഞ്ഞപ്പം ഉണ്ട് എന്നുള്ളതറിയാം. അതുകൊണ്ട് എല്ലാ ആൾക്കാരും കുടുംബസമേതം തിയേറ്ററിൽ പോകണം, സാറിൻ്റെ പടം കാണണം. സാറിൻ്റെ പടത്തെ നമുക്ക് സൂപ്പർ ഡൂപ്പർ ഹിറ്റാക്കണം. ഈ കുട്ടികൾക്കും ഒരു നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയൊരു ഹീറോ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന
പിന്നെ സാറിൻ്റെ അടുത്ത് ഇവർ തമ്മിലൊരു കരാറുണ്ട്, അതൊക്കെ നടക്കട്ടെ.